പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് സൂറത്ത് അന്നൂർ കേട്ടിട്ടുണ്ടാവും. വെളിച്ചം, പ്രകാശം. ആ അധ്യായം, അന്നൂർ എന്ന പേരുള്ള അധ്യായത്തിലെ 40-ാമത്തെ വചനവുമായിട്ടാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. ഞാൻ ആ വചനം ഒന്ന് ആദ്യം വായിക്കാം. അത് വായിക്കുമ്പോൾ തന്നെ, വായിച്ച് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് ഇന്ന് മാഷ് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് പിടികിട്ടും. ഔ കളുലുമാത്തിൻ ഫീ ബഹരിൻ ലുജ്ജിയിൻ യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബുൻ ളുലുമാത്തുൻ ബഅ്ലുഹാ ഫൗക ബഅ്ലിൻ ഇദാ അഖ്റജ യദഹു ലം യക്ദ് യറാഹ വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂരിൻ. ഇതാണ് ആ വചനം. ഈ വചനം വായിച്ചു കേട്ടപ്പോൾ തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് വിഷയം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ ഏതാനും നാളുകൾക്ക്, മാസങ്ങൾക്ക്, അല്ലെങ്കിൽ 1-2 വർഷമായോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ നടന്ന ആഴക്കടലിലെ ഇരുട്ട് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംവാദം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ, വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ വചനം അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വിശദീകരിച്ചതാണത്. എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ്സുകൾ കേട്ടു തുടങ്ങിയ ഈ ചാനലിൽ വന്ന ഒരു സഹോദരൻ അതൊന്ന് വിശദീകരിക്കാൻ സൂചിപ്പിക്കുകയുണ്ടായി. വേറെ 1-2 കാര്യങ്ങൾ കൂടി വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങൾ. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഈ അധ്യായത്തിലെ തന്നെ അള്ളാഹു നൂറു സമാവാത്തി ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക എന്ന് പറയുന്ന, അങ്ങനെ കുറെ ഞാൻ എണ്ണി പറയുന്നില്ല, കുറച്ച് വചനങ്ങളൊക്കെ വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സഹോദരങ്ങൾ. അതിലേക്കൊക്കെ നമുക്ക് ഓരോരോ ക്ലാസ്സുകളിലായിട്ട് വരാം ഇൻഷാ അല്ലാഹ്. ഇവിടെ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഖുർആൻ പദാർത്ഥപരമല്ല, ചരിത്രപരമല്ല എന്നുള്ളതാണ്. മാദിയല്ല, താരീഖിയല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ, അതിപ്പോ കുറെ ആളുകൾക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് മാഷേ എന്ന് കമന്റുകളിൽ കാണുന്നുണ്ട്. അജ്ഞതയുടെ മലകളിൽ വിള്ളലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ജബല് ആ സഹോദരന് മനസ്സിലായിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. കാരണം ഖുർആൻ കൊണ്ട് ചലിപ്പിക്കപ്പെടുന്ന മല, അല്ലെങ്കിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടാൽ ഖുശൂ ആവുന്ന മല, മുതസദ്ദി ആവുന്ന മല, സുയ്യിറത്തിൽ ജിബാലു, ഖുർആൻ കൊണ്ട് നടത്തപ്പെടുന്ന, ചലിപ്പിക്കപ്പെടുന്ന മല ഏതാണെന്നുള്ളതൊക്കെ ആ സഹോദരന് പിടികിട്ടിയിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ കമന്റ്, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തില്ല. ഇങ്ങനെ അല്പാൽപമേ ഇത് മനസ്സിലാവുള്ളൂ. കത്തി കിട്ടണം, എന്നാ പിന്നെ അതങ്ങോട്ട് പോയിക്കോളും. അതാണ്, കത്താനാണ് പ്രയാസം. 1-ാം ക്ലാസ്സിലുള്ള ആള് 10-ാം ക്ലാസ്സിലുള്ള കാര്യം മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട് ചിലവര്. അവർക്ക് പ്രയാസമാണ് മനസ്സിലാകാൻ. അവർക്ക് ചരിത്രപരവും പാരമ്പര്യപരവുമായ വിശദീകരണ ഗ്രന്ഥങ്ങളിലൂടെ പോവുകയാണ് അവർക്ക് നല്ലത്. ഏതായാലും നാം വിഷയത്തിലേക്ക് വരാം. ഔ കളുലുമാത്തിൻ, ലുലുമാത്ത് എന്ന പദം ആദ്യം വന്ന പദം അതാണ്. ലുലുമാത്ത് മതിയാക്കിയവരെ പോലെയാണ് അവർ. അതിനെ കാഫി, അതാണ് മതിയാക്കിയവർ. എന്താണ് ലുലുമാത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിലെ ലുലുമാത്ത് ഒന്നും തന്നെ ആഴക്കടലിലെ നമ്മൾ കാണുന്ന സമുദ്രം, പദാർത്ഥപരമായ സമുദ്രത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്ന ഇരുട്ട് ഖുർആനിന്റെ ചർച്ചാ വിഷയമേ അല്ല. അതുപോലെ തന്നെ രാത്രിയിൽ നമുക്കുണ്ടാവുന്ന ഇരുട്ടുകൾ
ഖുർആനിന്റെ ചർച്ചാ വിഷയമേ അല്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഖുർആനിന്റെ ചർച്ചാ വിഷയം അവന്റെ മനസ്സിന്റെ അകങ്ങളിലുള്ള ഇരുട്ടിനെ കുറിച്ചാണ്. അതാണ് ഖുർആനിന്റെ ചർച്ചാ വിഷയം എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതാണ് യുഖ്രിജുഹും മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ എന്ന് പറയുന്നത്. വളരെ ആധികാരികമായിട്ട് തന്നെയാണ് പറയുന്നത്. ഖുർആനിൽ ഓരോ വചനത്തിൽ പോലും ളുലുമാത്ത് എന്നുള്ളത് പദാർത്ഥ തലത്തിലുള്ള ഇരുട്ടല്ല. ഈ വചനത്തിന്റെ തന്നെ അവസാനത്തിൽ വരുന്നത് വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ, അള്ളാഹു ഒരാൾക്ക് നൂറ് കൊടുത്തിട്ടില്ലെങ്കിൽ ഫമാലഹു മിൻ നൂരിൻ, അവന് നൂറില്ല എന്നാണ് പറയുന്നത്. അതെന്തായാലും നമുക്കറിയാം ഫിസിക്സിലുള്ള നൂറല്ല. സൂര്യപ്രകാശം, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഉള്ള പ്രകാശമല്ല, നമ്മൾ ബൾബ് കത്തിപ്പിക്കുമ്പോഴുള്ള പ്രകാശമല്ല. അത് ജ്ഞാനത്തിന്റെ, സ്നേഹത്തിന്റെ, ഇൽമുന്നിലാഹിയുടെ, മഹബത്തുന്നിലാഹിയുടെ, ദൈവികമായ ജ്ഞാനത്തിന്റെ, അതുപോലെ തന്നെ മനുഷ്യർക്കിടയിലുള്ള പ്രണയത്തിന്റെ, സ്നേഹത്തിന്റെ, ആ മഹബത്തുൽ ഇലാഹിയുടെ, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ആ വെളിച്ചമാണ്, ആ പ്രകാശമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ളുലുമാത്തും അവന്റെ ഉള്ളിൽ അവൻ കണ്ടെത്തുന്ന, അവന്റെ ഉള്ളിലുള്ള, അവന്റെ മനസ്സിന്റെ അകങ്ങളിലുള്ള ഇരുട്ടിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. എവിടെയാണ് ആ ഇരുട്ട് കണ്ടെത്താൻ കഴിയുന്നത്? ഫീ ബഹരിൻ ലുജ്ജിയിൻ, ആഴമേറിയ ജ്ഞാനത്തിന്റെ, അറിവിന്റെ കുത്തൊഴുക്ക് വരുമ്പോൾ അവിടെ ചില ഇരുട്ടുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ജ്ഞാനത്തിന്റെ സാഗരം അത് ഒരു മനുഷ്യന്റെ ഉള്ളിലെ കിതാബിലും അവന്റെ ചുറ്റുപാടുള്ള ഈ കിതാബുൽ കൗന്, പ്രപഞ്ചമാവുന്ന കിതാബിലും ആ ബഹറിനെ അവന് കണ്ടെത്താൻ കഴിയും. നമ്മളൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മൂസ അലൈഹിസ്സലാം തന്റെ ഫതയെ, തന്റെ ഭൃത്യനെ അല്ലെങ്കിൽ തന്റെ വേലക്കാരനെ കൂട്ടിപ്പോയതല്ല, തന്റെ ഉള്ളിലെ തന്നെ മുഫ്തിയെ, അന്വേഷകനെ കൂട്ടിയായിട്ടാണ് മൂസ പോകുന്നത്. അതാണ് വക്കാല മൂസ ലി ഫതാഹു, തന്റെ ഉള്ളിലെ ഫതയോടാണ് പറയുന്നത്. അതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ ഒരു ബിലോ ആവറേജിന് എന്നുള്ളത് എനിക്കറിയില്ല. അവർക്ക് ഒരു ഫത്ത എന്ന് പറഞ്ഞ വേലക്കാരെന്നേ മനസ്സിലാക്കുള്ളൂ. മുഫ്തി, ഫത്ത, യസ്തഫ്തൂനക, അത് അസ്ഹാബുൽ കഹ്ഫിലെ ഫിത്തിയത്ത് ആരൊക്കെയെന്നുള്ള ക്ലാസ് ഉണ്ട്, അവിടെ അത് കേട്ടാൽ മതി. അപ്പൊ ഫത്ത ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ആരൊക്കെയാണ് 3 ഫത്തകളെന്ന്. അപ്പൊ ഞാൻ അവിടേക്ക് ഇപ്പൊ പോകുന്നില്ല. ഞാൻ പറയുന്നത് മൂസ അന്വേഷിച്ചു പോയ അറിവിന്റെ സാഗരമാണ് ആ മജ്മഉൽ ബഹ്റൈനി എന്ന് പറഞ്ഞാൽ. അതാണെന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതാണ് കഴിഞ്ഞ ക്ലാസ്സുകൾ ഓരോന്നും ശ്രദ്ധാപൂർവം കേൾക്കണം എന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ്. പിന്നീട് വരുന്ന വിഷയങ്ങളിൽ എനിക്ക് വിശദീകരണം കുറക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോ മൂസ മജ്മഉൽ ബഹ്റൈനി എന്ന് പറയുന്നത് ലാഹിറും ബാത്തിനും, ബാഹ്യവും ആന്തരികവുമായ 2 അറിവിന്റെ സാഗരങ്ങൾ തേടിയാണ് മൂസ പോകുന്നത്. ആ അറിവിന്റെ സാഗരങ്ങള് അതാണ് ബഹർ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മള് ഈ കടല്, വെള്ളത്തിന്റെ കടലിനെ കുറിച്ചല്ല ഖുർആൻ. അത് നമ്മൾ പറഞ്ഞില്ലേ, ഖുർആൻ താരീഖിയായിട്ടോ മാദ്ദിയായിട്ടോ പദാർത്ഥപരമായിട്ടോ ചരിത്രപരമായിട്ടോ ഖുർആനിനെ വായിച്ചാൽ മനസ്സിലാക്കാൻ പ്രയാസാണെന്ന്. അപ്പൊ ഈ രൂപത്തിലുള്ള സംശയങ്ങളും ഒക്കെ വരും. ഞാനൊരിക്കൽ സൂചിപ്പിച്ചിരുന്നു, ഞാനിപ്പോ ഈ അടുത്ത് തന്നെ എൻ്റെ സഹോദരനുമായിട്ടൊരു നടന്ന ഒരു ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ ഇക്തിശാഫാത്ത്, അവന്റെ കണ്ടുപിടുത്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലെ, മനുഷ്യ മനസ്സിന്റെ ഉള്ളിലെ ഇരുട്ടുകൾ നീക്കി അതിലെ നന്മ കണ്ടെത്തലാണ് ഒരു മനുഷ്യൻ കണ്ടുപിടിച്ച വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം. അല്ലാതെ വിമാനമോ
കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളോ അല്ല. അതൊന്നും വേണ്ടാന്നല്ല കേട്ടോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ അതൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പ് അവന്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലെ നന്മയാണ്, അവന്റെ ഉള്ളിലെ മാനവികതയാണ്, അവന്റെ ഉള്ളിലെ മനുഷ്യത്വമാണ്. അത് കണ്ടെത്തണമെങ്കിൽ അതിലെ ഇരുട്ടുകൾ നീക്കണം. അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരാം. അത് കണ്ടെത്തിയെങ്കിലേ ബാക്കിയുള്ള കണ്ടെത്തലുകളൊക്കെ ലോകത്തിന് പ്രയോജനപ്രദമാവുകയുള്ളൂ എന്നർത്ഥം. അല്ലെങ്കിൽ ആ കണ്ടെത്തലുകളൊക്കെ അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുക. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് ഇനി വീണ്ടും തിരിച്ചു വരാം. മൂസ അന്വേഷിച്ചു പോയ ബാഹ്യവും ആന്തരികവുമായ ആ അറിവിന്റെ സാഗരം എവിടെയാണ്, ആ രണ്ട് സാഗരങ്ങൾ സംഗമിക്കുന്നത് എന്ന അന്വേഷണമാണ് മൂസ നടത്തിയത് തൻ്റെ കയ്യിലുള്ള ഹൂത്തുമായിട്ട്. അത് നമ്മൾ വിശദീകരിച്ച് 2-3 തവണ ഈ ചാനലിൽ തന്നെ ഞാൻ വിശദീകരിച്ച വിഷയമാണത്. അപ്പൊ ബഹ്റുൻ ലുജ്ജിയൻ എന്ന് പറയുന്ന അപാരമായ ആഴമേറിയ അഗാധമായ ജ്ഞാനത്തിന്റെ സാഗരമാണ്. ആ സാഗരത്തിൽ ചില ഇരുട്ടുകൾ കണ്ടെത്തി അത് മാത്രം മതി എന്ന് തീരുമാനിച്ച ആളുകളാണ്. അതാണ് ഔകലുമാത്തിൻ ഫി ബഹരിൻ ലുജ്ജിയൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ബഹർ മനസ്സിലായി. ലുജ്ജി എന്ന് പറഞ്ഞാൽ ആഴമേറിയ ജ്ഞാനത്തിന്റെയാണ്. നമ്മൾ ഈ ഫജ്ജിന്റെ അമീഖ് എന്ന് പറയുമ്പോൾ ആഴമേറിയ ഫജ്ജ് എന്ന് പറയുന്നത് അപ്പൊ ഇടുങ്ങിയ വഴിന്നാക്കും. ആഴമേറിയ ഇരുട്ടുകളാണ് ഇടവഴികൾ എന്ന് പറയുന്നത്. അവിടെ അജ്ഞതയുടെ വഴികളാണത്. ആ വഴികൾ താണ്ടിയാണ് ഹജ്ജിന് കമാലുൽ മഅരിഫത്തിലേക്ക് അവർ വരുന്നത്. എന്നതുപോലെ തന്നെ ഇവിടെ അറിവിന്റെ അഗാധമായ ആഴിയെ കുറിച്ചാണ്, സാഗരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവിടെ ചില ഇരുട്ടുകൾ അവർ കണ്ടെത്തുന്നു എന്നർത്ഥം. 3 ഇരുട്ടുകളാണ് ഖുർആൻ പറയുന്നത് എന്ന് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ 3 ഇരുട്ടുകൾ നീക്കാൻ നമുക്ക് തന്ന 3 ഉപകരണങ്ങളാണ് സമഅ്, ബസർ, ഫുആദ് എന്ന് പറയുന്നത്. അതാണ് ആ 3 ഇരുട്ടുകളെ നീക്കാൻ അള്ളാഹു മനുഷ്യന് നൽകിയ 3 ഉപകരണങ്ങൾ. 1 സമഅ്, ഇസ്തിമാഅ്, 2 ബസർ. അതാണ് ലാ യുബ്സിറൂൻ എന്ന് പറയുന്ന അവസ്ഥയാണ് അവന്റെ ലുലുമാത്ത്. ഫീ ലുലുമാത്തിൽ ലാ യുബ്സിറൂൻ എന്ന് പറയണ്ടല്ലോ. അവന് കാര്യങ്ങളെ വ്യക്തമായി ഉൾക്കൊള്ളാനോ കാണാനോ കണ്ടെത്താനോ കഴിയാത്ത ഒരു അവസ്ഥാവിശേഷം. അതാണ് ഫീ ലുലുമാത്തിൽ ലാ യുബ്സിറൂൻ എന്ന് പറയുന്നത്. ലാ യുബ്സിറൂൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഒരു മനുഷ്യന്റെ ലുലുമാത്ത് എന്ന് പറയുന്നത്. ചില ആളുകൾ ഇങ്ങനെയും വിശദീകരിച്ചിട്ടുണ്ട്. ലല്ല മാത്ത എന്നാണ് അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. അത് അപൂർവം ചില ഭാഷയുടെ മൈന്യൂട്ടായ വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ വിശദീകരിക്കുന്ന അവന് മയ്യത്തായിട്ട് കഴിയുന്ന അവസ്ഥ എന്നാണ്. അവൻ മയ്യത്തായി കഴിയുന്ന അവസ്ഥ എന്നുള്ളതിനെ കൂട്ടി വായിച്ചപ്പോഴാണ് ലുലുമാത്ത് എന്നുള്ളത് ഉണ്ടായത് എന്ന് വിശദീകരിച്ച അപൂർവം ചില പണ്ഡിതന്മാരൊക്കെ സൂഫി പണ്ഡിതന്മാരിലുണ്ട്. ലല്ല എന്ന് പറഞ്ഞാൽ ആയിത്തീരുക, മാത്ത എന്ന് പറഞ്ഞാൽ മൗത്താകുക. അതാണ് ലുലുമാത്ത്. കാരണം മീമിന് ശേഷം അലിഫില്ല. അത് നിങ്ങൾ മുസ്യാഫ് ഒന്ന് എടുത്തു നോക്കുക. ഔക ലുലുമാത്തിൻ, മീമിന് ശേഷം മുകളിൽക്കൊരു ചെറുതായിട്ടൊരു ദീർഘിട്ടിട്ടേ ഉള്ളൂ, പക്ഷെ അവിടെ അലിഫ് ഇട്ടിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ വേറെ സൂക്ഷ്മമായ പഠനങ്ങളിലേക്ക് കുറെ കഴിഞ്ഞ് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാൻ കഴിയുള്ളൂ. ഈ തലം തന്നെ മനസ്സിലാക്കാൻ പല ആളുകൾക്കും പ്രയാസം അനുഭവിക്കുമ്പോൾ അത്രയും ഭാഷയുടെ സൂക്ഷ്മമായ തലങ്ങളിലേക്കുള്ള പഠനം ഇപ്പോ നമുക്ക് ശരിയാവില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ അതാണ് ഔകലുമാത്തിൻ ഫി ബഹരിൻ ലുജ്ജിയിൻ എന്ന് പറയുന്നത്. മൗജുൻ യഗ്ഷാഹു ഗശിയ. ഗശിയ എന്ന് പറയുന്നതും നമ്മുടെ ഈ ബസറിനെ വാല അബ്സാരിഹിം ഗിഷാവത്ത് എന്ന് പറഞ്ഞല്ലോ. അതാണ് ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്ന് പറഞ്ഞല്ലോ.
ആ ബസറിനില്ല റിഷാവത്താണ് ഖുർആനിൽ പറയുന്നുള്ളൂ. വേറെ ഒരു റിഷാവത്ത് ഖുർആൻ പറയുന്നില്ല. ഹൽ അതാക ഹദീസുൽ വാഷിയ, ഹൽ അതാക ഹദീസ് മൂസ എന്നൊക്കെ പറയുന്നത്, ഹൽ അതാക ഹദീസ് ലൈഫ് ഇബ്രാഹിം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇബ്രാഹിമിന്റെ അതിഥികളല്ല. ഇബ്രാഹിമിന് അത് വേറെ വിഷയമാണ്, അത് പിന്നെ സംസാരിക്കാം. അവിടേക്ക് പോയാൽ ഈ വിഷയം ഇന്ന് 1 മണിക്കൂർ പറഞ്ഞാലും തീരൂല. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ വരും. അപ്പൊ യഹ്ഷാഹു എന്ന് പറയുന്നത് ഖശിയ യഹ്ഷാഹു റിഷാവത്ത്, വഅല അബ്സാരിഹിം റിഷാവത്തുൻ വഇദാ ഖശിയഹും മൗജുൻ. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ വന്ന് മൂടുന്ന, നമ്മുടെ ഉൾക്കാഴ്ചയെ വന്ന് മൂടുന്ന അജ്ഞതയുടെ, പകയുടെ, ഞാനെന്ന ചിന്തയുടെ ആ മറയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ ഹിജാബ് നീങ്ങിയെങ്കിലേ, ആ റിഷാവത്ത് നീങ്ങിയെങ്കിലേ ഹദീസ് മൂസ വരുള്ളൂ. നമ്മുടെ അറിവ്, നമ്മുടെ ബുദ്ധിയിൽ നിന്ന് പുതിയ പുതിയ അറിവുകൾ നമുക്ക് വന്ന് കിട്ടുള്ളൂ. തഹദീസുൽ ഇൽമ്, തഹദീസുൽ മഅരിഫത്ത്, അതാണ് ഹദീസ്. തഹദീസ് എന്ന് പറഞ്ഞാൽ തന്നെ പണ്ഡിതന്മാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്താണ് തഹദീസ് എന്ന് പറഞ്ഞാൽ? പുതുക്കുക, അറിവിനെ അപ്ഡേറ്റ് ചെയ്യുക. അതിന് എന്ത് ചെയ്യണം? നമ്മുടെ ഈ റിഷാവത്ത് നീങ്ങണം. അതാണ് യഹ്ഷാഹു എന്ന് പറയുന്നത്. അപ്പൊ ഈ വാക്കുകളൊക്കെ ഓരോന്നും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അത് ഖുർആനിൽ വന്ന ഇടങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോ വഅല സൂറത്ത് അൽ ബഖറയുടെ തുടക്കത്തിൽ വഅല അബ്സാരിഹിം ഗിശാവത്തുൻ, അതാണ് ഖശിയ. ഹൽ അതാക ഹദീസുൽ ഖാശിയ, അതാണ് ഖശിയ, അതാണ് യഹ്ഷാഹു. അതിൽ നിന്നാണ് യഹ്ഷാഹു, ഖശിയ യഹ്ഷാഹു റിഷാവത്ത്. വൈദാ ഖശിയഹും മൗജുൻ കല്ലുലലി എന്നൊക്കെ പറഞ്ഞത് ഇതാണ്. അതാണ് യഹ്ഷാഹു മൗജുൻ. മൗജ് എന്ന് പറയുന്നത് ഈ നമ്മള് പദാർത്ഥ തലത്തിലെടുത്താല്, പദാർത്ഥ തലത്തിലെ സമുദ്രം എടുക്കുക നമുക്ക്, അപ്പോ അതിന്റെ ഉപരിഭാഗത്ത് കാണുന്നതാണ് അതിന്റെ മൗജ്, യമൂജ്. അത് മൗജ് നമുക്ക് പിന്നെ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. യമൂജ് എന്ന് പറയുന്നത് എന്താണ്, എവിടെയാണ്? മനുഷ്യ മനസ്സിന്റെ പിന്നെ അവന്റെ മനസ്സുകളിൽ അലയടിക്കുന്ന അജ്ഞതയുടെ, പകയുടെ, ശത്രുതയുടെ ഒക്കെ തിരമാലകളാണത്. ചില ആളുകൾ മനസ്സിന്റെ ഉപരിഭാഗങ്ങളിലൂടെ മാത്രമേ യാത്ര ചെയ്യുള്ളൂ. അതാണ് മൗജ്. 2 മൗജാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആ 2 മൗജ് തന്നെയാണ് ഇവിടെയും പറയണത്. ഈ ഫുൽക്കാണ് മൗജിലൂടെ സഞ്ചരിക്കുന്നത്. ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയമാണത്. അപ്പൊ ഫുൽക്കും സഫീനത്തും വിശദീകരിക്കേണ്ടി വരും. അതാണ് പ്രശ്നം. ഇതിങ്ങനെ പോവുകയാണ് ചെയ്യാം. അപ്പൊ ആളുകൾ പറയും മാഷ് മുഴുവൻ പറയണം. എങ്ങനെ ഒരു ക്ലാസ്സിൽ മുഴുവൻ പറയാന്ന് എനിക്കറിയില്ല. കാരണം മൗജിലൂടെയാണ് ഫുൽക്ക് സഞ്ചരിക്കുന്നത്. ഏതാണ് ഫുൽക്ക്? നോഹിന്റെ ഫുൽക്ക്. മൂസ സഞ്ചരിച്ച സഫീനത്തല്ല. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഫുൽക്ക് എന്ന് പറയുന്നത് നമ്മൾ തകർക്കാൻ പൊളിച്ചു കളയാൻ പാടില്ലാത്തതാണ്, കപ്പലാണ്. നമുക്ക് അജ്ഞതയുടെ സാഗരങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുള്ള, ഒരിക്കലും പൊളിച്ചു കളയാൻ പാടില്ലാത്ത, തകർക്കാൻ പാടില്ലാത്ത ആ കപ്പലിനെയാണ് ഫുൽക്ക് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഓട്ട തുളക്കുകയും പൊളിച്ചു കളയുകയും ചെയ്യേണ്ട കപ്പലാണ് സഫീനത്ത്. അത് നഫ്സിന്റെ കപ്പലാണ്. അത് ഞാൻ ആ ക്ലാസ് ഇവിടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. സഫീനത്തും ഫുൽക്കും തമ്മിലുള്ള വ്യത്യാസം സവിസ്തരം വിശദീകരിച്ചുകൊണ്ടുള്ള ക്ലാസ് ഉണ്ട്. അത് കേൾക്കാതെ ഇത് മനസ്സിലാക്കാൻ സാധിക്കൂല. അപ്പൊ 2 സ്ഥലത്താണ് മൗജ് പറഞ്ഞിട്ടുള്ളത്. ആ 2 മൗജിനെ കുറിച്ചാണ് ഈ സൂറത്തുന്നൂറിലെ ഈ വചനത്തിൽ പറയുന്നത്.
വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ വനാദാ നൂഹൻ ഇബ്നഹു എന്ന് പറയുന്നുണ്ട്. അതാണ് ഒരു മൗജ്. ആ ഫുൽക്ക് എന്ന് പറഞ്ഞാല് ഫലക്ക എന്ന് പറയുന്ന അക്ഷരങ്ങളാണ് കലഫ. അതായത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന് പറഞ്ഞല്ലോ. അതാണ് തക്ലീഫ്. ഒരാള് തൻ്റെ ജീവിതത്തിൽ അനിവാര്യമായി വർത്തിക്കേണ്ട കാര്യങ്ങളാണ് അവന്റെ തക്ലീഫ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിർബന്ധമായും ഉൾക്കൊള്ളേണ്ട ചെയ്യേണ്ട കാര്യങ്ങളെയാണ് എൻ്റെ തക്ലീഫ് എന്ന് പറയുന്നത്. അത് ഞാൻ അനിവാര്യമാണ്, നിർബന്ധമായിട്ട് മുക്കല്ലഫാണ് ഞാൻ നിർബന്ധിതനാണ് അത് ചെയ്യേണ്ടത്. അതെന്താന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിലാമാണത്. അവന്റെ നിയമവ്യവസ്ഥകളെ ഞാൻ നിർബന്ധമായും പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അതാണ് അവന്റെ ഫുൽക്ക് എന്ന് പറയുന്നത്. അതാണ് കലഫ ഫുൽക്ക് എന്ന് പറയാനുള്ള കാരണം. ആ ഫുൽക്കാണ് ഈ അവന്റെ അജ്ഞതയുടെ അഹന്തയുടെ അഹങ്കാരത്തിന്റെ ആ തിരമാലകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഫുൽക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലാണ് മിങ്കുല്ലി സൗജൈനി ഉള്ളത്. എല്ലാം രണ്ടായിട്ടാണ് അവിടുന്ന് തുടങ്ങുന്നത്. അവിടുന്ന് യാത്ര തുടങ്ങുന്നത് അതാണ്. അപ്പോഴാണ് വനാദ നൂഹൻ ഇബ്നഹു, നൂഹ് തന്റെ ഇബ്നിനെ, അത് നൂഹിന്റെ ഉള്ളിലാണ്, അല്ലാതെ നൂഹിന്റെ പുത്രനല്ല. നൂഹ് അതുവരെ കെട്ടിപ്പടുത്ത അറിവുകളായിരുന്നു അത്. അതിനെ ഈ ഫുൽക്കിലേക്ക് കയറാൻ ആവശ്യപ്പെടുന്നത് ഇർക്കബ് മഅന, അതാണ് ലതർക്കബുന്ന തബക്കൻ അൻ തബക്കൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പദാർത്ഥപരമായ ബസ്സിൽ കയറലോ ട്രെയിനിൽ കയറലോ വിമാനത്തിൽ കയറലോ കപ്പലിൽ കയറലോ സൈക്കിളിൽ കയറലോ ഒന്നും ഖുർആനിന്റെ റുക്കൂബല്ല. ഖുർആനിന്റെ റുക്കൂബ് എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിലേക്ക് പടിപടിയായി കയറി വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് ഇർക്കബ് മഅന എന്ന് പറയുന്നത്. ഒക്കാനഫി മഅ്സിലിൻ എന്ന് പറഞ്ഞ മഅ്സിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, കടലിന്റെ മഅ്സിലിൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇബ്നു നൂഹ് എന്നുള്ള അർത്ഥത്തിനല്ല. അവന് അസല എന്ന് പറഞ്ഞ ഈ സത്യത്തിൽ നിന്ന് മാറി യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അസല ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു അവൻ എന്നാണ് പറയുന്നത്. അതാണ് വകാനഫി മഅ്സിലിൻ എന്ന് പറയുന്നത്. എല്ലാം വൈദഅ്തസൽതുമൂഹും എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? വൈദഅ്തസൽതുമൂഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി എന്ന് ഖുർആൻ പറഞ്ഞ അസല എന്ന് പറയുന്നത് ഏതെങ്കിലും മഅ്സിലിൻ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഇടം എന്നുള്ള അർത്ഥത്തിനല്ല. അവന്റെ ജ്ഞാനത്തിന്റെ തലമാണത്. അവന് സത്യത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു നിന്ന ഇടമായിരുന്നു അത്. അവിടെയായിരുന്നു അവൻ. അവിടെ ആയിരിക്കുമ്പോഴാണ് ഈ ജ്ഞാനത്തിലേക്ക് കയറി വരാൻ നോഹ് ആവശ്യപ്പെടുന്നത്. അതാണ് ഇർക്കബു മഅന എന്ന് പറയുന്നത്. യാ ബുനയ്യ ഇർക്കബു മഅന എന്ന് പറയുന്നത്. എന്റെ കൂടെ ഈ ജ്ഞാനത്തിലേക്ക്, അറിവിലേക്ക്, ഈ ഫുൽക്കിലേക്ക് കയറൂ എന്ന് പറയുന്നത് അതാണ്. അതാണ് നമ്മൾ പറയുന്ന ഫുൽക്ക്. നമ്മൾ തകർക്കാൻ പാടില്ലാത്ത നമ്മുടെ യാത്ര ചെയ്യാൻ്റെ ആ കപ്പലാണത്. എന്നാൽ നാം തകർക്കേണ്ട കപ്പലാണ് സഫീനത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇബ്നു നൂഹ് പറഞ്ഞത് സആവി ഇലാ ജബലിൻ എന്നാണ്. ഞാനും വല്ല ജബലിലും അഭയം തേടിക്കോളാം. ഞാൻ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ജബല് മനസ്സിലായിട്ടുണ്ട് ചില സഹോദരങ്ങൾക്കൊക്കെ. കാരണം അജ്ഞതയുടെ മലകളിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് എൻ്റെ ചില സഹോദരങ്ങളുടെ പ്രതികരണം ഞാൻ കണ്ടു. അവർക്ക് ഖുർആൻ കൊണ്ട് ചലിപ്പിക്കപ്പെടുന്ന മല ഏതാണ് എന്നും അതുപോലെ തന്നെ ഖുർആൻ ഇറങ്ങിയാൽ ഖുശൂ ആകുന്ന മല ഏതാണെന്നുള്ളതൊക്കെ ഇപ്പോൾ ഏകദേശം ബോധ്യപ്പെട്ട ആളുകളിൽ നിന്ന് വന്ന പ്രതികരണങ്ങളാണ്. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ ഇപ്പോൾ കുറച്ചു മുമ്പ്. അപ്പൊ അതാണ് മൗജ് എന്ന് പറയുന്ന ഒരു മൗജ് ഇതാണ്. രണ്ടാമത്തെ മൗജ് അലം തറ അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹരി
ബിനിഅമത്തില്ലാഹി ലിയുരിയക്കും മിൻ ആയാതിഹി വഇദാ ഗശിയഹും മൗജുൻ കല്ലുലലി എന്ന് പറയുന്നത് അതാണ്. അതും അറബികള് കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ അവര് തിരമാലകൾ വന്ന് അവരെ മൂടിയ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല അർത്ഥത്തിനല്ല. അങ്ങനെയാണ് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് മനസ്സിലാക്കി. വൈദാ നജ്ജാഹും മിനൽ ബരി, അവര് കരയിലേക്ക് വന്ന അവൈദാഹും മുശ്രിക്കൂൻ, അപ്പൊ ഷിർക്കില് ആവുന്നാണ്. ഞാൻ അവിടേക്ക് ഇപ്പൊ വിശദീകരണം പോകുന്നില്ല. ഇവിടെ രണ്ടാമത്തെ മൗജാണിത്. രണ്ടും ഫുൽക്ക് സഞ്ചരിക്കുന്ന മൗജാണ്. അത് നമ്മുടെ അഹന്തയുടെ, അഹങ്കാരത്തിന്റെ, അജ്ഞതയുടെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ ബാഹ്യ തലങ്ങളിലുള്ള ആ അലയടികളാണ്, ആ തിരമാലകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് യഗ്ഷാഹു മൗജുൻ എന്ന് പറയുന്നത്, മിൻ ഫൗഖിഹി മൗജുൻ എന്ന് പറയുന്ന ഈ രണ്ട് മൗജ് ഇപ്പൊ മനസ്സിലായി. എത്ര കൃത്യമായിട്ടാണ് ഖുർആനിന്റെ പ്രയോഗങ്ങൾ നിങ്ങൾ നോക്കൂ. ആ രണ്ട് മൗജ് പറഞ്ഞു, ആ രണ്ട് മൗജ് ഇവിടെ വിശദീകരിച്ചു. അതാണ് യഗ്ഷാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ എന്ന് പറയുന്നത്. രണ്ടും ഫുൽക്കിന് സഞ്ചരിക്കാനുള്ള മൗജാണ്. എന്തേ സഫീനത്തിന് പറയാതിരുന്നത്? അപ്പൊ അതൊക്കെ കൃത്യമാണ് ഖുർആനിന്റെ പ്രയോഗങ്ങൾ. കാരണം ആ സഫീനത്തുമായി മുന്നോട്ട് പോയാൽ അത് മലിക്കുൻ ജബ്ബാർ യഖുദു കുല്ല സഫീനത്തിൻ വസ്ബ എന്ന് പറയുന്നത് അതാണ്. എല്ലാ കപ്പലും പിടിച്ചെടുക്കും അയാള്. അപ്പൊ അത് പോട്ടെ, അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ യഗ്ഷാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ, ആ മൗജ് അഹന്തയുടെ, അഹങ്കാരത്തിന്റെ, അജ്ഞതയുടെ, പകയുടെ ഒക്കെ ആ മൗജുകള് നമ്മുടെ മനസ്സാവുന്ന മനസ്സിന്റെ അകങ്ങളിൽ അലയടിക്കുന്നുണ്ടാവും. അതിന്റെ ഉപരിഭാഗത്ത് അലയടിക്കുന്നുണ്ടായിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാലാണ്, ആ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാലാണ് നമുക്ക് സക്കീനത്ത് കണ്ടെത്താൻ കഴിയാം. യൂസുഫിന്റെ ഇമ്രാത്തുൽ അസീസ് ഓരോരുത്തർക്കും സിക്കീന് കൊടുത്തു എന്നല്ല, കത്തി കൊടുത്തു എന്നാ പറയുന്നത്. സക്കീനത്ത്, ശാന്തിയിലേക്ക് അവരെ എത്തിക്കുകയാണ് ചെയ്യണത്. അത് വേറെ വിഷയമാണല്ലേ. ഈ സക്കീനത്ത് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർമ്മ വന്നപ്പോ ഒന്ന് പറഞ്ഞുള്ളൂ. ഉസ്കുൻ അന്തവ സൗജുക്ക, നംലിനോട് പറഞ്ഞു ഉദ്ഖുലു മസാക്കിനക്കും, നിങ്ങൾ നിങ്ങളെ കൂട്ടിലേക്ക് കടന്നോളുന്നല്ല, സുക്കൂനിലേക്ക് കിടക്കാനാണ് പറയുന്നത്, സക്കീനത്തിലേക്ക്. അത് പോട്ടെ. അപ്പൊ യഗ്ഷാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ, ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? എന്നാലേ അടുത്തതിലേക്ക് എനിക്ക് പോകാൻ കഴിയുള്ളൂ. യഗ്ഷാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബുൻ, അത് കഴിഞ്ഞാലാണ് അവന് അവ്യക്തതയിൽ നിന്ന് വ്യക്തതയിലേക്ക് വരിക. സുലൈമാന്റെ തലാണ് അത്. ഞാൻ പിന്നെ വിശദീകരിക്കും. അപ്പൊ ആ വാക്കിന്റെ അർത്ഥം മാത്രം മനസ്സിലാക്കുക. സഹാബ് അത് മാത്രമായിട്ടൊരു 10-25 മിനിറ്റ് എടുക്കണം ക്ലാസ്, സഹാബ് മാത്രം. ഇപ്പോ ആ വാക്കിന്റെ അർത്ഥം അവ്യക്തതയിൽ നിന്ന് വ്യക്തതയിലേക്കുള്ള വരവ് അതിനുശേഷമാണ്, അതിന്റെ മുകളിലാണ്. അതിന്റെ ഈ ഫൗക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് പോകുമ്പോഴാണെന്നാണ്. വൈജ്ഞാനികമായി അതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ അവന്റെ അജ്ഞതയിൽ നിന്ന് വ്യക്തതയിലേക്ക്, അവ്യക്തതയിൽ നിന്ന് വ്യക്തതയിലേക്ക് അവൻ വരും. മിൻ ഫൗഖിഹി, അതാണ് ളുലുമാത്തുൻ ബഅ്ലുഹാ ഫൗക ബഅ്ലിൻ എന്ന് പറയുന്നത്. ഞാന് ഇത് കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ 3 ഇരുട്ടുകളും ളുലുമാത്തുൻ ഫൗഖുഹ ബഅ്ലുഹാ ഫൗക ബഅ്ലിൻ എന്ന് പറയണം. അവിടെ നിന്ന് ഇനിയിപ്പോ കൂടുതൽ വിശദീകരിക്കുന്നില്ല. വിശദീകരിച്ച അടുത്ത് വേറൊരു ക്ലാസ്സും കൂടി എടുക്കേണ്ടി വരും ഇതിനെക്കുറിച്ച്. ഒരു 5 മിനിറ്റ് കൂടിയാലും ഈ ക്ലാസ്സിൽ തന്നെ അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇദാ അഖ്റജ യദഹു ലം യകിദ് യറാഹ, ഇതാണ് മറ്റൊരു വിഷയം. കയ്യ് പുറത്തേക്കെടുത്താൽ, എവിടുന്നാണ് ഈ കയ്യ് പുറത്തേക്കെടുക്കുന്നത്? എവിടേക്കാണ് പുറത്തേക്കെടുക്കുന്നത്? ഇപ്പൊ നമ്മൾ കടലിന്റെ ആഴങ്ങളിലാണെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ പദാർത്ഥപരമായ കടല്, അതിന്റെ ആഴങ്ങള്, അതിന്റെ ഇരുട്ട്,
ആ ഇരുട്ടിൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ. അപ്പൊ കൈ പുറത്തേക്ക് എടുക്കുക. കൈ അപ്പൊ എവിടെയായിരുന്നു പുറത്തേക്ക് എടുക്കാൻ? എന്റെ സഹോദരങ്ങളൊന്ന് ചിന്തിക്കുക. ആ ലം യക്കിത് കൈ മാത്രമാണ് അവിടെ കാണായിക. അപ്പൊ യക്കിത് എന്ന് പറയുന്നത് ഇത് അഹ്റജ യദഹു എന്ന് പറയുന്നത്, യദ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഖുർആനിൽ ഒരു സ്ഥലത്തും യദ് പദാർത്ഥപരമായ അവന്റെ കൈയല്ല, അവന്റെ സൽത്തത്ത്, കുദറത്ത്, നുഫൂദ്, ഇത് നമ്മൾ എത്രയോ തവണ പറഞ്ഞു. അയ്യദഹും ബിനസ്രിഹി എന്നാണ്. അയ്യദഹും, അവർക്ക് യദ് കൊടുത്തു എന്നല്ല, അവർക്ക് ശക്തി കൊടുത്തു എന്നാണ്. യു അയ്യിദുക്കും എന്ന് പറയണ്ട്, അവൻ നിങ്ങൾക്ക് കൈ തരുന്നല്ല. എന്റെ ഇബാദുകളെ കുറിച്ച് നീ ഒന്ന് അനുസ്മരിക്കുക. ഇബ്രാഹിമ വ ഇസ്ഹാക്ക എന്നിട്ട് പറയുന്നുണ്ട് ഖുർആൻ, ഉലിൽ ഐദി വൽ അബ്സാർ, അവര് കൈകളും കാഴ്ചകളുള്ള ആളുകളായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കിയുള്ള ആളുകൾക്കൊന്നും ഐദും അബ്സാറും ഉണ്ടായിരുന്നില്ല എന്നാണോ? എന്താണ് ഈ പറയുന്നത്? ഉലിൽ ഐദി വൽ അബ്സാർ, അവരൊക്കെ ഐദി കൈകളുള്ളവരാ. ബാക്കിയുള്ള ഇതൊക്കെ ഞാൻ ഒരുപാട് വിശദീകരിച്ചതാണ്. വിശദീകരിക്കാത്ത ആയുധകളൊക്കെയാണ് ഇപ്പൊ ഞാൻ സൂചന നൽകുന്നത്. അയ്യദഹും എന്നുള്ളത് ഞാനിപ്പോ മുമ്പ് പറഞ്ഞിട്ടില്ല. അയ്യദഹും ബിനസ്രിഹി, അവൻ നിങ്ങൾക്ക് അയ്യദ തഈദ്, അവന് ശക്തി നൽകുക എന്നാണ്, സ്വാധീനം നൽകുക എന്നാണ്, അധികാരം നൽകുക എന്നാണ്. അപ്പൊ കുദറത്തും സൽത്തത്തും നഫൂദും ആണ് അവന്റെ കയ്യ്. അപ്പൊ വിജ്ഞാനത്തെ നേടിയെടുക്കാനുള്ള തന്റെ സ്വാധീന ശക്തികൾ എന്തൊക്കെ തന്നെ അവൻ പുറത്തെടുത്താലും അതിനെ കണ്ടെത്താനോ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ അവന് കഴിയാത്ത ഒരു അവസ്ഥാവിശേഷം, അത്രമാത്രം അജ്ഞതയുടെ ഇരുളുകളിലേക്ക് അവന് ആണ്ടുപോയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതാണ് ലം യക്കില്ല ഇതാ അഖ്റജ യദഹു ലം യക്കിദ് യറാഹ എന്ന് പറയുന്നത്. അതാണ് യറ എന്ന് പറയുന്നത്. പിന്നെ ബാഹ്യമായ ദൃഷ്ടി കൊണ്ട് കാണുന്ന കാഴ്ച ഖുർആൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ ബാഹ്യമായ ഈ രണ്ട് കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയെ കുറിച്ച് ഖുർആൻ പറയുന്നില്ല. അവന്റെ ഇദ്റാക്കാണ് അവന്റെ റൂയത്ത്, അവന്റെ കാഴ്ച എന്ന് പറയുന്നത്. അതാണ് പിന്നെ ആ സക്കീനത്താണ് പിന്നെ യൂസുഫിന്റെ ഇമ്രാത്തുൽ അസീസ്, ഇമ്രാത്തിന്റെ കൂടെയുള്ള ആ വനിതകളോ എന്തോന്ന് പറഞ്ഞല്ല അവര് കണ്ടെത്തുന്നത്. അത് വനിതകളാണോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. അവർ ആ സക്കീനത്താണ് കണ്ടെത്തുന്നത്, അല്ലാതെ എല്ലാവർക്കും ഓരോ കത്തി കിട്ടിയെന്നല്ല. എന്നിട്ട് ആ കത്താവിന് ഐതിഹ്യഹുന്ന എന്ന് പറഞ്ഞാൽ അവരവരുടെ കൈ മുറുക്കിയായിരുന്നു. എന്താണ് കഥ പറയാൻ നല്ല രസമാണ് അതൊക്കെ കേൾക്കാൻ. അപ്പോ ഖുർആനില് ഐദ് യദ് എന്നൊക്കെ പറയുന്നത് ഉലിൽ ഐദി വൽ അബ്സാർ, ഇസ്ഹാഖ് ഇബ്രാഹിം അതുപോലുള്ള എന്റെ അബുദുകൾക്കൊക്കെ ഐദി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ജ്ഞാനം നേടാനുള്ള പിന്നെ കഴിവും ശക്തിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അവർക്ക് അർത്ഥം. അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി കാണാനുള്ള ഉൾക്കാഴ്ചയുള്ളവരായിരുന്നു അവരെന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ഉലിൽ ഐദി വൽ അബ്സാർ എന്ന് പറയുന്നത്. പക്ഷെ അത്തരം കൈകൾ പുറത്തെടുക്കാൻ ഇവർക്ക് കഴിയാത്ത അത്രമാത്രം ഇരുട്ടിലേക്ക് ഇവർ പോയിട്ടുണ്ട് എന്നാണ്. അതാണ് ദുലുമാത്തുൻ ഫൗക ബഅ്ലുഹ ഫൗക ബഅ്ലിൻ എന്ന് പറയാനുള്ള കാരണം. അത്രമാത്രം അജ്ഞതയുടെ ഇരുളുകളിലേക്ക് അവർ ആണ്ടുപോയിട്ടുണ്ട്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് പിന്നെ പറയുന്നത് ഒമൻ യജ്അലില്ലാഹു ലഹു നൂറൻ, ഈ ജ്ഞാനത്തിന്റെ അറിവിന്റെ ആ വെള്ളി വെളിച്ചം, ആ നൂറ് കിട്ടിയെന്നെ വേണം. അത് കിട്ടിയവരോട് പറഞ്ഞിട്ട് അത് കാര്യമുള്ളൂ. ആ നൂറിലേക്ക് എത്തിയ മനുഷ്യർക്ക് ഇത് മനസ്സിലാക്കാൻ ഇത് ഞാൻ ഇത്തരൊന്നും പറയുന്നും വേണ്ട. അവർക്ക് നമ്മുടെ മൗനം തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് വമൻ യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂരിൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ആയത്തിന്റെ ചില ഭാഗങ്ങൾ പദാർത്ഥപരവും ചില ഭാഗങ്ങൾ അതിന്റെ ആധ്യാത്മിക തലവും എങ്ങനെയാണ് ആവുക എന്ന് എനിക്കറിയില്ല.
ഇവിടെ ഈ നൂറ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഈ നൂറ് ഈ പകലിന്റെ വെളിച്ചമോ അല്ലെങ്കിൽ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിളക്ക് കത്തിക്കുമ്പോൾ വെളിച്ചമോ ഒന്നുമല്ല. ഖുർആൻ പറയുന്ന നൂറും നാറും ഒക്കെ അവന്റെ ഉള്ളിൽ അവൻ കണ്ടെത്തേണ്ടതാണ്. അവന്റെ ഉള്ളിലുള്ളതാണ് ആ നാറും നൂറുമെല്ലാം. അത്രേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതാണ് ഒമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂരിൻ യുഖ്രിജുഹു മിനൽ ളുലുമാത്തി ഇലൻ നൂരി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഒരു ക്ലാസ്സിൽ ഒതുക്കാൻ വേണ്ടി വിശദീകരണം പരമാവധി കുറച്ച് അതിനെ ഒതുക്കാൻ ശ്രമിച്ചതാണ്. ബാക്കി എവിടെയെങ്കിലും മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ തുടർ ക്ലാസ്സുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സലാം.